ഈ പ്രാക്ടീസ് പ്രോബ്ലത്തിൽ പൈത്തൺ പ്രാക്ടീസ് സീരീസിൽ വരുന്ന ഈ ഒരു എക്സാമ്പിളിൽ നമുക്കെങ്ങനെ 1നും 100നും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സ് പൈത്തണിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും, എളുപ്പമുള്ള മെത്തേഡ് ഏതായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഏതാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. സോ 1നും 100നും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സ് അതാണ് നമുക്ക് വേണ്ടത്. സോ ഈവൻ നമ്പേഴ്സ് 1 and 100 എന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഇൻക്ലൂഡിങ് 1 and 100 ആണ്. ഓക്കെ, അതായത് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഈവൻ നമ്പർ അല്ല, പക്ഷേ 100 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. സോ ഈ നമ്പറുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഈവൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2 ആണ്, പിന്നെ വരുന്നത് 4 ആണ്, 6, 8 അങ്ങനെ പോയി ഇൻക്ലൂഡിങ് 100 ഉൾപ്പെടെ നമുക്ക് ഇത്രയും വാല്യൂസ് വരും. അതെല്ലാം ആയിരിക്കണം നമുക്ക് പ്രിൻ്റ് ആവേണ്ടത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ് ഇൻക്ലൂഡിങ് 1 and 100 ആണെന്നുള്ളത് കാണിക്കാനായിട്ട്. സോ നമുക്ക് ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഏറ്റവും ഇതിൻ്റെ ലോജിക്ക് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 1 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അത് പതിയെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്ത് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈവൻ ആണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ആ ഒരു രീതി ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇങ്ങനെ സീരീസ് ഓഫ് നമ്പേഴ്സ് ഒരു വലിയ സെറ്റ് ഓഫ് നമ്പേഴ്സൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ പൈത്തണിലുണ്ട്. ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മൾ സീക്വൻസ് ഡേറ്റ ടൈപ്പൊക്കെ പഠിച്ചപ്പോൾ നമ്മളിതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ റേഞ്ച് 5 എന്ന് ഞാൻ പറഞ്ഞ് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരു റേഞ്ച് ഒബ്ജക്റ്റാണ് കിട്ടുക. ഇത് സ്റ്റാർട്ടിങ് വിത്ത് 0 to up to 5, ഇൻക്ലൂഡിങ് 5 അല്ല, അതിന് മുന്നേ വരെയുള്ള എല്ലാ നമ്പേഴ്സും ജനറേറ്റ് ചെയ്ത് തരികയാണ് ഇത് ചെയ്യുക. സോ അതൊന്ന് എനിക്ക് ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാനത് ജസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുകയാണ്. സോ എനിക്ക് 0 to 5 അല്ല, 0 up to 4 വരെയുള്ളതാണ് വരുന്നത്. ഇനി സപ്പോസ് ഇൻക്ലൂഡിങ് 5 എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാനവിടെ 6 കൊടുക്കണം. സോ ഇവിടെ നമുക്കറിയാം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇൻക്രിമെൻറ്റ് 1 വീതമാണ് പോകുന്നത്. സോ നമുക്ക് 100 വരെ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് 1 0 1 കൊടുക്കാം. അപ്പോൾ അപ് ടു 100 വരെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇവിടെ ഇൻക്ലൂഡിങ് 0 വരുന്നുണ്ട്, നമുക്ക് 1 തൊട്ടുള്ളത് മതി. സോ അങ്ങനെ വരുമ്പം നമുക്കതിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ ആക്ച്വലി 100 വരെ വന്നിട്ടുണ്ട്, 101 വന്നിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ നേരത്തെ 5ൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇത് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ് ടു വെറുതെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 തൊട്ട് 4 വരെ വരും. ഇനി 1ൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ 1,5 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി 0 വരില്ല. ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പർ തൊട്ട് 5 - 1 വരെയായിരിക്കും വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ 101 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് സീക്വൻഷ്യൽ ഓർഡറിൽ, അതായത് 1 2 3 4 അങ്ങനെ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് വിത്ത് 1 വീതം വരുന്നതായിരിക്കും. പക്ഷേ അതല്ല നമുക്ക് വേണ്ടത് ഇതിൽ ഈവൻ ആയിട്ടുള്ള നമ്പേഴ്സാണ് വേണ്ടത്. സോ നമുക്കതിനായിട്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഇൻക്രിമെൻറ്റ് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് പകരം 2 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും എനിക്കത് പോസിബിളാണ്. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് 1 3 5 7 അങ്ങനെയായിരിക്കും പോകുന്നത്. നമുക്ക് ഈവൻ വേണം എന്നുള്ളത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം. 2 കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് 2 4 6 8 അങ്ങനെ പോയി അപ് ടു 100 വരെ 98 96 98 100 വരെയുള്ളത് കിട്ടും. സോ ആക്ച്വലി ബേസിക്കലി നമ്മുടെ ആൻസർ ഈ രീതിയിൽ നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ച് ഫംഗ്ഷൻ വിളിച്ച് അതിനൊരു ക്ലെവറായിട്ടൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരു എൻഡിങ് പോയിൻറ്റും എത്ര വീതം ഇൻക്രിമെൻറ്റ് ചെയ്യണം എന്ന് കൊടുത്താലും നമുക്ക് അത് സാധിക്കും. പക്ഷേ നമ്മുടെ ഗോൾ അതല്ലാത്തത് കൊണ്ട്, അതായത് മീൻസ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വേറൊരു രീതിയിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിൻ്റെ തന്നെ ചെറിയൊരു വേരിയേഷനാണ്. നമുക്ക് ഇത് ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം അതുപോലെ ഇൻക്രിമെൻറ്റ് ഇങ്ങനെ കൊടുക്കാതെ 1 to 101
അതായത് 1 to 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഒരു റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഫോർ ലൂപ്പിൽ ഇട്ട് കൊടുക്കാം. ഫോർ I in range എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇറ്ററേഷനിൽ ഐയുടെ വാല്യൂ 1, രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഐയുടെ വാല്യൂ 2, then 3, then 4, അങ്ങനെ പോയി നമുക്ക് 100 വരെ വരും. 101 കൊടുത്തിട്ടുള്ളത് കൊണ്ട് 101 വരില്ല, 100 വരെയുള്ളതായിരിക്കും വരുന്നത്. സോ ഞാനിവിടെ പ്രിൻറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സായിരിക്കും ഇതിൽ വരുന്നത്. സോ കുറച്ച് വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനൊരു ഉദാഹരണത്തിന് വേണ്ടി 11 കൊടുത്ത് കാണിക്കാം. സോ നമുക്കിവിടെ ആക്ച്വലി 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് വരും. 1 തൊട്ട് 101 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് ഇൻ സീക്വൻഷ്യൽ ഓർഡറിൽ വരും. പക്ഷേ ഇതിൽ നമുക്ക് എല്ലാ നമ്പേഴ്സും ആവശ്യമില്ല. നമുക്കിതിൽ ഈവൻ നമ്പേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. സോ അതിനായിട്ട് നമുക്ക് ഒരു അഡീഷണൽ ഈഫ് കണ്ടീഷൻ കൂടെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഇത് ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈവൻ ആണെങ്കിൽ മാത്രം പ്രിൻറ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്താൽ മതിയാകും. സോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് I മോഡുലസ് 2, അതായത് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരും, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. ഇവിടെ ട്രൂ എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പോൾ മാത്രം പ്രിൻറ്റ് ചെയ്യുക, അല്ലാത്ത കേസുകളിൽ സ്കിപ്പ് ചെയ്യുക എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് പ്രിൻറ്റ് ചെയ്യേണ്ടതില്ല. സോ നമുക്കിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഞാൻ ഇവിടെ 1 to 11 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1നും 11നും ഇടയിലുള്ള അല്ലെങ്കിൽ 1നും 11നും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സ് മാത്രമേ പ്രിൻറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. സോ ഇതിനെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത് 1നും 100നും ഇടയിലാക്കണമെങ്കിൽ ഇവിടെ ഞാൻ 101 എന്ന് കൊടുത്തിട്ട് ചെയ്താൽ മതിയാകും. സോ ഇപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1നും 100നും ഇടയിലുള്ള അല്ലെങ്കിൽ 100നും ഇടയിലുള്ള ഇൻക്ലൂഡിങ് 100 ഈവൻ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ അത് വാല്യൂസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇതും കൂടാണ്ട് നമുക്ക് ഒരു അഡീഷണൽ മെത്തേഡ് വേറെ രീതിയിലും ചെയ്യാം. എല്ലാം റേഞ്ച് തന്നെയാണ് നമ്മളതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കണ്ടീഷൻ ചെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ അത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യാം. സോ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ x in range 5 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൽ ആദ്യം 0, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4 അങ്ങനെയായിരിക്കും എക്സിൽ വരിക. അതായത് ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഓരോ വാല്യൂസായിട്ട് പ്ലേസ് ചെയ്യുന്ന പോലെ ഇരിക്കും. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇതുപോലെ 0, 1, 2, 3, 4 ഇങ്ങനെ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ 5ന് പകരം ഞാൻ 10 കൊടുത്താൽ എനിക്ക് 0 to 9 വരെയുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. സ്റ്റാർട്ടിംഗ് വാല്യൂ 0 വേണ്ട, 1ലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് 1, എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ 0 ഒഴികെ ബാക്കി 1 to 9 വരെയുള്ള നമ്പേഴ്സ് വരും. ഇൻക്ലൂഡിങ് 10 വരണം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 11 കൊടുക്കാം. സോ ഇങ്ങനെ വന്നു. ഇനി ഇതും പോരാഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചിലതൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയാം. അതായത് ചില ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ മാത്രം ഈ എക്സ് ഇവിടെ പ്ലേസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ അതേ കണ്ടീഷൻ തന്നെ, ഇഫ് എക്സ് മോഡുലസ് 2 = 0 ആണെങ്കിൽ മാത്രം ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഈ എക്സ് ഇവിടെ പ്ലേസ് ചെയ്താൽ മതിയാകും എന്നാണ് ഇത് പറയുന്നത്. സോ അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്കിതിൽ 1, 3, 5, 7 എന്ന് പറയുന്നതെല്ലാം ഫിൽട്ടർ ചെയ്ത് പോകും. ബാക്കിയുള്ള 2, 4, 6, 8, 10 എന്ന് പറയുന്നത് മാത്രം നിൽക്കും. ഇനി നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കാര്യമേ ഉള്ളൂ. ഇത് സ്റ്റാർട്ടിംഗ് വാല്യൂ തൊട്ട് എൻഡിങ് വാല്യൂ, അതായത് 1നും 100നും ഇടയിൽ, ഇൻക്ലൂഡിങ് 1 and 100 അതിനിടയിലുള്ള ഈവൻ നമ്പേഴ്സ് എന്നുള്ള രീതിയിലോട്ട് എത്തണമെങ്കിൽ നമുക്കിവിടെ ഈ എൻഡ് വാല്യൂ ഒരല്പം മാറ്റി കൊടുത്താൽ മതിയാകും, 101 എന്ന് പറഞ്ഞിട്ട്. സോ ഇത് റൺ ചെയ്യുമ്പം നമുക്ക് ഇതൊരു ലിസ്റ്റായിട്ട് തന്നെ 1നും 100നും ഇടയിലുള്ള ഇൻക്ലൂഡിങ് 1 and 100 അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഒരേ കാര്യം തന്നെ 3 രീതിയിൽ ചെയ്തു. ഒരു ആക്ച്വൽ ഫോർ ലൂപ്പ് എലാബറേറ്റ് ആയിട്ട് എഴുതി ചെയ്തു. ദെൻ റേഞ്ച് ഫംഗ്ഷൻ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി. സ്റ്റാർട്ട് വാല്യൂ, സ്റ്റോപ്പ് വാല്യൂ ആൻഡ് സ്റ്റെപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. അതുപോലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വെച്ചിട്ടും ഇതേ കാര്യം നമ്മൾ ചെയ്തു. സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻസൈറ്റ്ഫുൾ, ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ ഈ എല്ലാ മെത്തേഡും നമുക്ക് പല സാഹചര്യത്തിൽ
ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വെച്ച് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി. ചില സമയത്ത് ഒരു ഫോർ ലൂപ്പിൻ്റെ രീതിയിൽ സ്റ്റൈലിൽ ചെയ്യുന്നതായിരിക്കാം നമുക്ക് ഏറ്റവും ബെറ്റർ. ചില സമയത്ത് സിമ്പിളായിട്ട് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നതാവാം നമ്മുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അത് ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ സാഹചര്യം, ആ ഒരു സമയത്തെ പ്രോഗ്രാമിൻ്റെ ആവശ്യം എന്താണ് എന്നനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന അൽഗോരിതത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മളിതിൽ ഏത് വേണം എന്ന് ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫേവറേറ്റ് മെത്തേഡ്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ 3 ഏതാണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക.